സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പാവയാണ്, ഇസ്രയേലിന്റെ കയ്യിലെ കളിപ്പാവ. അല്ലെങ്കിൽ എങ്ങനെയാണ് സമാധാന ചർച്ചകൾ അതിന്റെ അന്തിമഘട്ടങ്ങളിലേക്ക് കടക്കാനിരിക്കവേ ജനീവയിൽ നടന്ന എല്ലാ ചർച്ചകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്ക ഇറാന്റെ പരമോന്നത നേതാവിന്റെ തലയെടുത്തത്? സത്യത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമായ ഇറാനിൽ ഖൊമൈനിയെ കൊന്ന ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് വിമത ഭരണകൂടം സ്ഥാപിച്ച് എണ്ണപ്പാടങ്ങളെ സ്വന്തമാക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഖൊമൈനി കൊല്ലപ്പെട്ടതോടെ തെരുവിൽ നിറഞ്ഞ ജനക്കൂട്ടം അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ വിറപ്പിക്കുകയാണ് ചെയ്തത്. തൊട്ടുപിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കൂടി കത്തിയമർന്നപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നറിയാതെ അമേരിക്ക ഒന്ന് പകച്ചുപോയി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇസ്രായേൽ വിട്ടില്ല. അവർ പിന്നെയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരുന്നു. അവിടെ ഒരു പാവയെ പോലെ നിൽക്കാൻ മാത്രമേ ട്രംപിനായുള്ളൂ. അതിനു പിന്നിൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റാക്കാൻ തുനിഞ്ഞിറങ്ങിയത് ഇസ്രയേലാണ്. അതിന്റെ വിധേയത്വമാണ് ഇപ്പോൾ ട്രംപ് നെതന്യാഹുവിന് മുമ്പിൽ കാണിക്കുന്നത്. ഈ യുദ്ധം എന്ന് തീരുമെന്ന് ആർക്കും പ്രവചിക്കാനാവാതെ നിൽക്കുമ്പോഴാണ് യുഎസിന്റെ 3 F-15 യുദ്ധവിമാനങ്ങൾ തകർന്നു വീഴുന്നത്. ഇന്നിപ്പോൾ അമേരിക്കൻ വിമാനത്താവളങ്ങൾ പോലും ഇസ്രയേൽ ആക്രമിച്ചുവെന്ന് പല വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ അവസാന ശ്വാസം വരെ പോരാടുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ ഒറ്റക്കെട്ടായി പറയുന്നത്. മാത്രമല്ല, ഈ യുദ്ധം ലോകത്തെ മുസ്ലിങ്ങൾക്കെതിരായുള്ള വലിയ യുദ്ധപ്രഖ്യാപനമാണ് എന്നുകൂടി ഇറാൻ പറഞ്ഞതോടെ സൗദി അറേബ്യ മുതലുള്ള ഒരു ഗൾഫ് രാജ്യത്തിനും ഇറാനെ നേരിട്ട് ആക്രമിക്കാനാവുന്നില്ല. കാരണം എന്താണ്? ഈ യുദ്ധം ഇറാൻ നയിക്കുന്നത് ഒരു വലിയ ആശയത്തിന്റെ അടിത്തറയോടെയാണ്. അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിക്കുമ്പോഴും അവിടുത്തെ ഭരണാധികാരികൾ മൗനം തുടരുന്നത്. ഇന്നിപ്പോൾ ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന് 5-1 കടന്നുപോകുന്ന അതീവ പ്രാധാന്യമുള്ള പാതയായ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചിരിക്കുകയാണ്. സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ്, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും പ്രധാനമായും ഈ വഴിയാണ് ഏഷ്യൻ വിപണികളിലേക്ക് എത്തുന്നത്. കടലെടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ പൂർണ്ണമായും തകർക്കാൻ സാധ്യതയുണ്ട്. ലോക പോലീസായ അമേരിക്കയോട് ആയുധങ്ങൾ കൊണ്ട് മാത്രം പ്രതിരോധം തീർത്താൻ പോരാ എന്ന ഇറാന്റെ കണക്കുകൂട്ടലാണ് ലോകത്തെ മുഴുവൻ തകർക്കുന്ന തരത്തിൽ ഇറാൻ ഹോർമൂസ് കടലെടുക്ക് അടച്ചത്. അതേസമയം ഹോർമൂസ് കടലെടുക്ക് അടച്ചുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് തള്ളി. ജലപാത ഇപ്പോഴും തുറന്നു തന്നെയാണെന്നും കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടില്ലെന്നുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നത്. എന്നാൽ കടലിടുക്കിൽ അമേരിക്കൻ അനുകൂല ഇന്ധന ടാങ്കറിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഇവിടെ പക്ഷേ ഹോർമൂസ് കടലിടുക്കിന് ബദലായി സൗദി അറേബ്യയും UAEയും പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണ കയറ്റുമതിക്കും ഈ ജലപാതയല്ലാതെ മറ്റു സുരക്ഷിത മാർഗങ്ങളില്ല. യുദ്ധം നീണ്ടുപോയാൽ എണ്ണവില സർവകാല റെക്കോർഡുകൾ ഭേദിക്കുമെന്ന ആശങ്കയിലാണ് സാമ്പത്തിക ലോകം. ചുരുക്കം പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പുകയുന്ന യുദ്ധം സമാനതകളില്ലാത്ത നാശത്തിലേക്കും ഭീതിയിലേക്കും നീങ്ങുകയാണ്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം ഭീതിയുടെ നിഴലിലാണ്. ഒമാന്റെ മണ്ണിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടില്ല, എന്നാൽ കടലിൽ ആക്രമിക്കുകയും ചെയ്തു. ഒമാൻ അതിർത്തിയിലൂടെ പോകുന്ന കപ്പലുകളാണ് ഇറാന്റെ ആക്രമണത്തിൽ ഇരയായത്. അതിനിടെ സൗദിയിലെ അമേരിക്കൻ എംബസിയിലേക്ക് ഡ്രോൺ ആക്രമണവും നടത്തി. ഈ സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കെട്ടിടത്തിന് നാശനഷ്ടവും ഉണ്ടായി. ഖൊമൈനിയുടെ വധത്തിന് പ്രതികാരമായി ചുവന്ന കൊടി ഉയർത്തിക്കൊണ്ട് US-നും ഇസ്രയേലിനുമെതിരെ സമാനതകളില്ലാത്ത പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. മധ്യസ്ഥതയ്ക്ക് ഒരു രാജ്യത്തിനും കഴിയുന്നില്ല. ഇതോടെ യുദ്ധം നീളാനുള്ള സാധ്യതയാണ് തെളിയുന്നത്.